ഹായ് മക്കളെ, അപ്പോൾ നിങ്ങളൊക്കെ കാത്തിരുന്ന +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ഇംപ്രൂവ്മെന്റ് അല്ല റീവാലുവേഷൻ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ലിങ്ക് ഇവിടെ പിൻ ചെയ്യാം. kerala.result.nic.in പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് 2023 കൊടുക്കുക. അതിൽ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം ചില കുട്ടികളൊക്കെ +1 റിസൾട്ട് റീവാലുവേഷൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ എന്ത് സാർ റീവാലുവേഷൻ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇത്തവണ എന്താണ് വലിയ വ്യത്യാസം റീവാലുവേഷൻ റിസൾട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് പരിചയത്തിലുള്ള ഒരു കുട്ടിക്ക് തന്നെ 22 മാർക്കാണ് റീവാലുവേഷൻ കഴിയുമ്പോൾ കൂടിയിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളുടെ മാർക്ക് എത്രയാണ് കൂടിയിട്ടുള്ളതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് മറ്റൊന്നിനും കൊണ്ടല്ല, ഈ റീവാലുവേഷനെ കുറിച്ചൊക്കെ പല ന്യൂസുകളും ചിലപ്പോൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ട്. റീവാലുവേഷനിൽ 5 മാർക്കിലൊന്നും കൂടുതൽ കൂടൂല, അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ആദ്യം പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് പ്രശ്നമായിരിക്കും, അതുകൊണ്ട് റീവാലുവേറ്റ് ചെയ്യുന്ന ടീച്ചർ അങ്ങനെ കൂട്ടി കൊടുക്കൂല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. സോ അതൊക്കെ വെറും ന്യൂസുകളാണ്, കിംവദന്തികളാണെന്ന് ഒന്നും കൂടെ ഇനി അങ്ങോട്ടുള്ള എല്ലാ +1 വിദ്യാർത്ഥികൾക്കും അറിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ റീവാലുവേഷന് കൊടുത്ത വിഷയം അതിൽ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് മുമ്പ് 75 ഇപ്പോൾ 78, കെമിസ്ട്രി 63 ഇപ്പോൾ 75 എന്നുള്ളതൊന്ന് എഴുതി. ഇനി മാർക്ക് കൂടിയിട്ടില്ല എന്നുള്ളത് നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ അനാവശ്യമായിട്ടുള്ള ഇങ്ങനത്തെ സാധനമൊന്നും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ എന്താണ് റീവാലുവേഷൻ കഴിഞ്ഞു, പക്ഷെ ഇനിയും നമുക്ക് അവസരമുണ്ട്. കാരണം ഇംപ്രൂവ്മെന്റ് എക്സാമിന് 3 വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുന്നതാണ്. സോ ഒരിക്കലും നിങ്ങൾ ആ ചാൻസ് മിസ് ചെയ്യാൻ പാടില്ല. ഇംപ്രൂവ്മെന്റ് എപ്പോൾ തുടങ്ങുന്നോ അല്ലെങ്കിൽ എപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നോ ആ 3 വിഷയങ്ങൾ നോക്കുക, മര്യാദയ്ക്ക് പഠിക്കുക, ഫുൾ മാർക്കിലേക്ക് എന്നെ എത്താൻ പറ്റും. എനിക്ക് തന്നെ പരിചയമുള്ളതാണ് അത്. ആൻഡ് ലാസ്റ്റ്ലി ഒരു കാര്യം കൂടെ, ഓണപരീക്ഷ വരുന്നുണ്ട്, ടെൻഷൻ അടിക്കേണ്ട. തിങ്കളാഴ്ച നമ്മളെ സ്റ്റഡി പ്ലാനും മെഗാ റിവിഷൻ സീരീസും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ മീ കൊടുക്കുക, പിന്നെ നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ ചെയ്യാം. സോ തിങ്കളാഴ്ച കാണാം.